ഹലോ എവ്രി വൺ, വെൽക്കം ടു നനൻ അക്കാദമി. 20 GK സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം: ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശം. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശം. ഉത്തരം ഡെക്കാൻ പീഠഭൂമി. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശം ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. രണ്ടാമത്തെ ചോദ്യം: മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന പ്രധാന ബഹുമതി. മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന പ്രധാന ബഹുമതി ഏതാണ്? ഉത്തരം സ്വരാജ് ട്രോഫി. മൂന്നാമത്തെ ചോദ്യം: നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലം. ഉത്തരം ട്രോപ്പോസ്ഫിയർ. നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയർ. നാലാമത്തെ ചോദ്യം: കേരളത്തിലെ ഏത് പ്രദേശമാണ് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു നിൽക്കുന്നത്? കേരളത്തിലെ ഏത് പ്രദേശമാണ് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു നിൽക്കുന്നത്? ഉത്തരം കുട്ടനാട്. കേരളത്തിലെ ഏത് പ്രദേശമാണ് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു നിൽക്കുന്നത്? കുട്ടനാട്. അഞ്ചാമത്തെ ചോദ്യം: മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ്? മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പ്. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ്? ഉത്തരം ചെമ്പ്. ആറാമത്തെ ചോദ്യം: ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജാവ് ആരായിരുന്നു? ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജാവ് ആരായിരുന്നു? ഉത്തരം ലൂയി 16. ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജാവ് ആരായിരുന്നു? ലൂയി 16. ഏഴാമത്തെ ചോദ്യം: തോൽവിറക് സമരത്തിൻ്റെ സമരനായിക. തോൽവിറക് സമരത്തിൻ്റെ സമരനായിക എം കാർത്യായനി അമ്മ. തോൽവിറക് സമരത്തിൻ്റെ സമരനായിക എം കാർത്യായനി അമ്മ. എട്ടാമത്തെ ചോദ്യം: ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണത്തിനെതിരെ വയനാട്ടിൽ നടന്ന കലാപം ഏതാണ്? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണത്തിനെതിരെ വയനാട്ടിൽ നടന്ന കലാപം ഏതാണ്? ഉത്തരം കുറിച്യർ കലാപം. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണത്തിനെതിരെ വയനാട്ടിൽ നടന്ന കലാപം കുറിച്യർ കലാപം. ഒൻപതാമത്തെ ചോദ്യം: കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവ്. കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആര്യ പള്ളം. പത്താമത്തെ ചോദ്യം: മുസിരിസ് തുറമുഖത്തെ പറ്റി പരാമർശിക്കുന്ന സംഘകാല കൃതി. മുസിരിസ് തുറമുഖത്തെ പറ്റി പരാമർശിക്കുന്ന സംഘകാല കൃതി അകനാനൂറ്. മുസിരിസ് തുറമുഖത്തെ പറ്റി പരാമർശിക്കുന്ന സംഘകാല കൃതി ഏതാണ്? അകനാനൂറ്. 11ാമത്തെ ചോദ്യം: അന്തരീക്ഷമർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ. 12ാമത്തെ ചോദ്യം: ഒന്നാം ലോകമഹായുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി. ഒന്നാം ലോകമഹായുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി വേഴ്സായി ഉടമ്പടി. ഒന്നാം ലോകമഹായുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി വേഴ്സായി ഉടമ്പടി. 13ാമത്തെ ചോദ്യം: കുളച്ചൽ യുദ്ധം നടന്ന വർഷം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. 14ാമത്തെ ചോദ്യം: ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ ലോത്തൽ എന്ന തുറമുഖം ഏത് സംസ്ഥാനത്താണ്? ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ ലോത്തൽ എന്ന തുറമുഖം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഗുജറാത്ത്. ഹാരപ്പ സംസ്കാരത്തിൻ്റെ ഭാഗമായ ലോത്തൽ എന്ന തുറമുഖം ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. 15
15-ാമത്തെ ചോദ്യം, സംഘകാലത്ത് കേരളം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? സംഘകാലത്ത് കേരളം അറിയപ്പെട്ടിരുന്നത് ചേരനാട്. സംഘകാലത്ത് കേരളം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ചേരനാട്. 16-ാമത്തെ ചോദ്യം, തോൽവിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ്? തോൽവിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം കാസർഗോഡ്. തോൽവിറക് സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലാണ്. 17-ാമത്തെ ചോദ്യം, ചരിത്രപ്രസിദ്ധമായ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നതെന്ന്? ചരിത്രപ്രസിദ്ധമായ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് 1789 ജൂൺ 20. ചരിത്രപ്രസിദ്ധമായ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് 1789 ജൂൺ 20. 18-ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം മലനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം മലനാട്. 19-ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം? ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്ഫിയർ. 20-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏത്? ഇന്ത്യയിലെ പീഠഭൂമികളിൽ ഏറ്റവും വലിപ്പം കൂടിയത് ഡെക്കാൻ പീഠഭൂമി.